എല്ലാവരും ഉണ്ടല്ല. ഞാനിങ്ങനെ പൈസ പിരിക്കാൻ ഇറങ്ങിയപ്പോൾ എല്ലാവരും ഒരുമിച്ച് കിട്ടിയത് വളരെ നന്നായി. പക്ഷേ ഇവർ വോട്ട് പിടിക്കാൻ നിൽക്കണതാണെന്നാണ് തോന്നണേ. ഇവരുടെ അടുത്ത് ഇപ്പോൾ പൈസയുടെ കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് പറയാം. ആദ്യം എൻ്റെ അമ്മ വോട്ടിൻ്റെ കാര്യം പറയാം. ഇതെല്ലാവരും ഉണ്ടല്ലോ, എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. നമ്മളങ്ങനെ മറന്നുപോയിട്ടാ. ഇതേ മൈക്കൊക്കെ ഉണ്ടല്ലോ കയ്യിൽ. സ്ഥാനാർത്ഥിയാണോ? സ്ഥാനാർത്ഥിയല്ല. അല്ല. എന്താ പേര്? എൻ്റെ പേര് ദാമോദരൻ. ദാമോദരൻ എന്ത് ചെയ്യുന്നു? ഞാനിങ്ങനെ പൊതുരംഗത്തൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പാർട്ടിയുടെ ഏത് പാർട്ടിയിലാണ്? ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളാണ്. എങ്ങനെയുണ്ട് ബി ജെ പിക്ക് പ്രാവശ്യം? ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഇവിടെയുണ്ട്. മൈക്കിലാരാണ്ട് വിളിക്കുന്നത്? വെള്ളാപ്പള്ളി ആയിരിക്കും. എന്താ പേര്? എൻ്റെ പേര് മായാണ്ടി എന്നാണ്. മായാണ്ടി. മണി എന്നാണ് അറിയപ്പെടുന്നത്. ഈ പഞ്ചായത്ത് മുഴുവനും അറിയപ്പെടുന്നത് മണിയേട്ടൻ അറിയപ്പെടുന്നത്. ഞാൻ കർഷക സംഘം പുതുശ്ശേരി ഏരിയ കമ്മിറ്റി മെമ്പറാണ്. കൃഷിക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത്. കൃഷിക്കാരുടെ കാര്യം ഇപ്പോൾ പുറത്ത് പറയാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് കാരണം? ഒരു ഇപ്പം ഈ അടുത്ത കാലത്ത് ഗവൺമെന്റിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായി, നെല്ലിന്റെ താങ്ങുവില. ഈ പഞ്ചായത്ത് മുഴുവനും പൈസ കൂട്ടിന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരാളുടെയും കയ്യിൽ ഇന്ന് വരെ കിട്ടിയിട്ടില്ല. എവിടെയും കിട്ടിയിട്ടില്ല. അത് നെറ്റിൽ തന്നെ വന്നിട്ടില്ല. ഞാൻ ഒരു മിൽക്ക് സൊസൈറ്റി ജീവനക്കാരനാണ്. മിൽക്ക് പാൽ സൊസൈറ്റി ജീവനക്കാരനാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയ തകർച്ചയിലാപ്പോൾ സർക്കാരിൻ്റെതായിട്ടുള്ള ഒരു ആനുകൂല്യം സാധാരണക്കാർക്ക് കിട്ടാത്തൊരവസ്ഥ ഇന്ന് കേരളത്തിൽ മൊത്തത്തിൽ നിലവിലുണ്ട്. ജനസമ്പർക്ക പരിപാടി കൊണ്ട് ആ ക്ഷീരമേഖലയിൽ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. നമ്മുടെ കൃഷ്ണകുമാർ. ഏത് പാർട്ടിയാ? കോൺഗ്രസ്. ഇവര് പറയുന്ന ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെയല്ല. നാഷണൽസ് ബാങ്കില് നെല്ലിന്റെ വില അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് പൈസ കിട്ടുന്നുണ്ട്. ഇവരുടെ ഭരിക്കുന്ന കോപ്പറേറ്റീവ് ബാങ്കിൽ കൊടുക്കുമ്പോൾ മനഃപൂർവ്വം വൈകിച്ചാലേ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ഇവരുടെ ബാങ്ക് ചെയ്യാറുണ്ട്. ബാങ്കിൽ ഞാനൊരു കർഷകനാണ്, ഒരു ബിസിനസ്സുകാരാണ്. ഇവർ പറയുന്നത് ഇങ്ങനെ ബാങ്കുകൾ, കോർപ്പറേഷൻ ബാങ്കുകൾ അല്ല, കനറ അതായത് നാഷണലൈസ്ഡ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾക്ക് അക്കൗണ്ടിലൂടെ പൈസ വരും. എങ്കിൽ കൂടിയിട്ട് 21 രൂപ 50 പൈസ നെല്ല് താങ്ങുവില ആക്കിയത് നമുക്ക് സന്തോഷമാണ്. ഞങ്ങൾ വളരെ അഭിമാനത്തോടെ പറയുന്നുണ്ട്. അതായത് ഞങ്ങൾ 19 രൂപ ആയത് 20 രൂപ വിചാരിച്ചു. 21 രൂപ ആക്കിയപ്പോൾ ഞാൻ വ്യക്തമായിട്ട് അഭിമാനത്തോടെ പറയണം, കോൺഗ്രസിന്റെ ഭരണം, UDFിന്റെ ഭരണം എനിക്ക് വേണ്ടിയിട്ട് നെല്ല് കൂട്ടി എന്നുള്ളത് ഞാൻ അഭിമാനത്തോടെ പറയണം. ഇവിടെ കർഷകരായിട്ടുള്ള ആൾക്കാരാണല്ലോ. എല്ലാവരും കർഷകർ തന്നെയാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ മില്ല് ഉടമകൾക്കും അല്ല കർഷകർക്ക് ഇപ്പോൾ പൊതുവെ ലാഭകരമാണ് ഈ താങ്ങുവില കൂട്ടിയതെന്ന് പറയുന്നത്. ശരിയാണ്. പക്ഷെ അത് യഥാസമയം കിട്ടിയാലല്ലേ നമുക്ക് അതിന്റെ ഉപകാരമുള്ളൂ. അതിപ്പോ എപ്പോഴെങ്കിലും തന്നിട്ട് കാര്യമില്ലല്ലോ. അല്ല, ഈ താങ്ങുവില കൂട്ടിയതിന്റെ ഫലം ഇവിടെയൊന്നും ഇപ്പൊ എത്തിയിട്ടില്ല. സമയം വൈകുമ്പോൾ പോകുന്നു അല്ലെ? ബാങ്കിലേക്ക് പലിശ കൊടുക്കാനല്ലേ ഉണ്ടാവുള്ളൂ. പലിശയ്ക്ക് അത് ശരി ആണോ കേട്ടോ? അതെ. പിന്നെ വേറെന്താണ് ഇവിടെ ഈ കുടിവെള്ളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളുണ്ട്. ടാപ്പ് പൊതുവെ ഒരു ടാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ടാപ്പുകളൊന്നും ഇപ്പോൾ നമ്മുടെ 9ാം വാർഡിലെ ആളാണ് ഞാൻ. 9ാം വാർഡിൽ ഇപ്പോൾ പൈപ്പ് വെള്ളം തുറന്നു നോക്കിയാൽ രാവിലെ അരമണിക്കൂർ വെള്ളം വരും. അതിന്റെ ഉത്തരവാദി ആരാ? ഉത്തരവാദി ഇവിടെ ഭരിക്കുന്ന പഞ്ചായത്തിലെ ഉത്തരവാദികളാണ്. പഞ്ചായത്ത് ഭരിക്കുന്നത് ആരാ? CPM ആൾക്കാരവിടെ. അതിനൊരു മറുപടി പറയണം. കാരണം പുള്ളി പറയുന്നത് നമ്മൾ ഇപ്പോൾ ഇവിടെ 32 കുടിവെള്ള പദ്ധതികളുണ്ട് പഞ്ചായത്തിൽ. ചെറുകിട പദ്ധതികളായിട്ട് 32 കുടിവെള്ള പദ്ധതിയുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു രാജീവ് ഗാന്ധി ദേശീയ കുടിവെള്ള പദ്ധതി ഇവിടെ അത് വന്നിട്ടുണ്ട്. അത് ഈ 3 പഞ്ചായത്തിലും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ പഞ്ചായത്തിനകത്തുള്ള മുഴുവൻ ആൾക്കാർക്കും ഹൗസ് കണക്ഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. VS അച്യുതാനന്ദൻ തനത് ഫണ്ട് ഉപയോഗിച്ചാണ് ഈ കുടിവെള്ള പദ്ധതി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. നേരത്തെ MLA ആയിരുന്നു. കൊടുമ്പിൽ 2 പദ്ധതി, അതേമാതിരി തന്നെ ഇതിന്റെ ഫിൽട്രൈസേഷൻ കൊടുമ്പ് പുഴയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ആ പദ്ധതി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സപ്ലൈ വർക്ക് പൈപ്പുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട് ഇപ്പോൾ അത് തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. അതിന്റെ ജീവനക്കാരൊന്നും ഇവിടെ നിന്ന് പോയിട്ടില്ല, എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. ഏകദേശം ഒരു 3 മാസത്തിനുള്ളിൽ മുഴുവൻ ആൾക്കാർക്കും കുടിവെള്ളം കിട്ടും. മാത്രമല്ല 32 കുടിവെള്ള പദ്ധതികൾ ഈ പഞ്ചായത്തിനകത്ത് നടപ്പിലാക്കാൻ ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണത്തിന് ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഈ പഞ്ചായത്തിനകത്ത് കോൺഗ്രസ്സുകാർക്ക് എന്താ പറയുക? ഇവരാൾ കോൺഗ്രസ്സുകാരനുള്ളൂ.
കുടിവെള്ള പദ്ധതി 32 കുടിവെള്ള പദ്ധതി വന്നു. മുഴുവൻ പഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാർക്ക് നിന്ന് ഒരു വാക്ക് വന്നു. പക്ഷേ മുഴുവൻ ആൾക്കാർക്കായിട്ട് ഇവിടെ കിട്ടിയിട്ടില്ല. ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ കിട്ടിയില്ല? കിട്ടിയില്ല. ചേട്ടൻ്റെ വീട്ടിൽ കുടിവെള്ളം ഉണ്ടോ? എൻ്റെ വീട്ടിൽ കുടിവെള്ളം എത്തിയിട്ടില്ല. കാരണം മുമ്പ് വന്നിട്ട് ഞങ്ങളുടെ വാർഡ് ഭരിച്ചിട്ടുണ്ടായിരുന്നത് CPM ആയിരുന്നു. അതിനുശേഷം UDF ഭരിച്ചു. ഒരു മാറ്റം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടായിരുന്നു ജനങ്ങൾ UDF വോട്ട് ചെയ്തത്. പക്ഷേ ഇന്ന് വരെ ആ ഒരു ബോർവീലിട്ടായിരുന്നു. പക്ഷേ ഇതുവരെ കുടിവെള്ള പദ്ധതി എത്തിയിട്ടില്ല. അത് മുടങ്ങി. അപ്പോൾ അവർ പറയണത് നിങ്ങൾ തന്നെ പൈസ എടുത്തിട്ട് ചെയ്യണം എന്നാണ് പറയണത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്രാവശ്യം BJPക്ക് വോട്ട് ചെയ്യും. വീണ്ടും പരീക്ഷിക്കുകയല്ല, ഞങ്ങളൊരു മാറ്റം ആവശ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ സ്വാർത്ഥമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. അല്ലാതെ കുടിവെള്ള പദ്ധതിയെ പറ്റി കോൺഗ്രസ് എന്താ പറയേണ്ടത്? 13 വർഷം പിന്നെ ആന്റണി ഭരിക്കുമ്പോൾ അന്ന് രാജീവ് ഗാന്ധി ഡ്രിങ്കിംഗ് വാട്ടർ ടെക്നോളജി കമ്മീഷൻ ചെയ്ത് വന്നതാണ്. കുറച്ചു കാലം CPM പറഞ്ഞു ജപ്പാൻ കുടിവെള്ള പദ്ധതി പറഞ്ഞു. പേര് കൂടി ഇവർക്ക് അറിയില്ല. അന്ന് ഇവർ പറഞ്ഞത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയാണ്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയില്ല. രണ്ടാമത് 2013 ഡേറ്റ് കൃത്യം ഓർമ്മില്ല, ഇവിടുത്തെ MLA ശ്രീമാൻ അച്യുതൻ അസംബ്ലിയിൽ ഇത് പ്രശ്നം ഉന്നയിച്ച് 650 രൂപ പ്രകാരം മിനിസ്റ്റർ ഫണ്ട് അനുവദിച്ച് അതിശേഷമാണ് ഇപ്പോൾ പണി തുടങ്ങിയിട്ട് ജസ്റ്റ് 1 വർഷമായിട്ടുള്ളൂ പൈപ്പിടാൻ തുടങ്ങിയിട്ട്. അതിന് മുമ്പ് 10 കൊല്ലം ഇവിടെ ആരും ഇട്ടില്ല. അന്ന് ഉദ്ഘാടനം തുടങ്ങി വെച്ചെന്നല്ലാണ്ട് പൈപ്പിടാൻ തുടങ്ങിയില്ല. ഇപ്പം രണ്ടാമത് ഫണ്ട് ഉപയോഗിച്ചാണ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പം രണ്ടു കൂട്ടരും പറയുന്ന അവരവരുടെ പദ്ധതിയാണെന്ന് പറഞ്ഞു. ഇതിനെതിരെ അഭിപ്രായമുള്ള ആരാളുള്ളത്? ചേട്ടാ തരാം. BJP ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, CPM ആവട്ടെ, ദേശീയ ഈ ഉദാരവൽക്കരണ നയത്തിൻ്റെ ഭാഗമായിട്ട് ഈ പൊതുസേവനങ്ങളിൽ നിന്ന് സർക്കാർ പിന്മാറുക എന്നുള്ളതിൽ ഇവരൊക്കെ ആരും ഭരണം മാറി വരുമ്പോൾ ഈ നയം മാറ്റുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് കൊണ്ടുവന്ന ഒരു നയം ഇത് പോസിറ്റാപ്പ് നിർത്തലാക്കുക എന്നുള്ള നയം CPM വരുമ്പോൾ മാറ്റി പോസിറ്റാപ്പ് പുനഃസ്ഥാപിക്കാമായിരുന്നു. BJP വരുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ഊർജിതമാക്കാമായിരുന്നു. പക്ഷെ അത് ചെയ്യുന്നില്ലല്ലോ. ഇക്കാര്യത്തിൽ എല്ലാവരും ഒന്നാണ്. ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന കാര്യത്തിൽ എല്ലാവരും ഒന്നാണ്. ഈ ആധാറിന്റെ അങ്ങേര് അല്ല, ഒരു മിനിറ്റ്, അങ്ങേര് ഇപ്പൊ ഈ പറഞ്ഞത് അങ്ങേര് ഇവിടുത്തെ ആളെ അല്ല, ഇവിടുന്ന് ഒന്ന് പറയാൻ വേണ്ടി വന്ന ആളാണ്. അതിരിക്കട്ടെ, വോട്ടർ തന്നെ ഇരിക്കട്ടെ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇവിടെ എല്ലാ കുടിവെള്ള പദ്ധതിയിലും പൊതു ടാപ്പുകളാണ് മിക്കവാറും ഉള്ളത്. അത് അറിയാണ്ട് പറയാണ് അദ്ദേഹം. അതാണ് അതിന്റെ പൊതു ടാപ്പുകൾ ഇട്ടിരുന്നാ പറയുന്നത്. പൊതു ടാപ്പുകൾ എല്ലാവരുടെയും നമ്മൾക്ക് ഈ ചിറ്റൂർ താലൂക്കിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് 5 ഡാമുണ്ട്. ഈ 5 ഡാമും വെള്ളത്തിന്റെ 5 ഡാമിലും വെള്ളമുണ്ട്. തമിഴ്നാട് കൊണ്ടുപോവുകയാണെങ്കിലും വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരാൻ നമ്മുടെ പ്രതിനിധികൾ കക്ഷി രാഷ്ട്രീയം ഇല്ലാതെ തയ്യാറാകണം. കക്ഷി രാഷ്ട്രീയമില്ലാതെ തയ്യാറാകണം. അവർ വെള്ളത്തിന്റെ തമിഴ്നാട് നമ്മുടെ ആൾക്കാരോ ഉദ്യോഗസ്ഥന്മാരോ കാലാകാലങ്ങളിൽ എത്തിപ്പെടില്ല. അതുകൊണ്ട് നമ്മുടെ കാർഷിക മേഖല മൊത്തത്തിൽ തകർച്ചയാണ്. ഇവിടെ ഇപ്പോൾ നെല്ലിൻ്റെ ഞാൻ അടുത്ത കാലത്ത് ഇപ്പോൾ നോക്കിയപ്പോൾ ഇങ്ങനെ കുറേ, ഞാനൊരു മനുഷ്യാവകാശ പ്രവർത്തകനാണെങ്കിലും ഞാൻ കുറേ ഭാഗങ്ങൾ ചുറ്റി നോക്കുന്നുണ്ട്. ഇപ്പോൾ കർഷകർ കൊയ്യുന്ന നെല്ല് വാടക കൊടുക്കാനും വണ്ടി വാടക കൊടുക്കാനേ ഉള്ളൂ. കണ്ണീരാണ് എൻ്റെ അറിവിൽ. ഒന്നുമില്ല കയ്യിൽ. അവൻ്റെ സ്ഥിതി വളരെ 2000-ൽ വിറ്റ വിലയാണ് നെല്ല് വെക്കുന്നത്. അപ്പം മൊത്തം കാർഷിക മേഖല തകർന്നു. ഇത് മൊത്തം സ്വകാര്യവൽക്കരണം. അല്ല, മില്ലുടമകളല്ല, മൊത്തം സർക്കാരിൻ്റെയും ഈ സ്വകാര്യ മുതലാളിമാരെയും കൂടി ഒത്തുകളിയും മൊത്തം ഒരു ഉത്തരവാദിത്വമില്ലായ്മ. അത് ഞാനല്ലെങ്കിൽ നീയല്ലെങ്കിൽ ഞാൻ. ഈ കളി എവിടെ പോയി തീരുന്നു? പൊതുജനങ്ങളുടെ അഭിപ്രായം ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ആ പൊതുജനങ്ങളുടെ അഭിപ്രായം ഉരുത്തിരിഞ്ഞ് വരുന്ന അഭിപ്രായങ്ങളായിരിക്കണം വോട്ടും വികസനവും. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ കക്ഷി രാഷ്ട്രീയത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികൾക്കാണോ വോട്ട് കൊടുക്കേണ്ടത്, അതല്ലെങ്കിൽ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള സ്ഥാനാർത്ഥികൾ? നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ കഴിവുള്ളവരെ ജനങ്ങൾ തിരഞ്ഞെടുക്കണം. അവർക്ക് മാർക്കറ്റ് കൊടുക്കണം ഞാൻ പറയുള്ളൂ. ഈ പുൽപ്പള്ളി പഞ്ചായത്ത് കാർഷിക മേഖലയാണ്. ഈ കാർഷിക മേഖലയ്ക്ക് വേണ്ട വെള്ളം ഇപ്പൊ എല്ലാ ഇവിടെ അച്യുതൻ MLA 32 പദ്ധതി അത് കുടിവെള്ളം കാർഷിക മേഖലയ്ക്ക് വേണ്ടിയുള്ള വെള്ളം നമ്മുടെ ആളയാർ ഡാമിൽ നിന്നുള്ള വെള്ളമാണ് വരുന്നത്. അപ്പോൾ ഈ ആളയാർ ഡാമിൽ നിന്നുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാവരും ഇവിടെ ചെറിയ കുട്ടികളോട് ചോദിച്ചാലും പറയും 7.25 TMC വെള്ളമാണ് തമിഴ്നാട് നമുക്ക് തരേണ്ടതെന്ന്. ഇതിനു വേണ്ടി ഈ പുൽപ്പള്ളി പഞ്ചായത്തിലെ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് 2 മുന്നണികളും ഒരു സമര പരിപാടികളോ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടികൾ BJP ചെയ്തിട്ടുണ്ട്. ഇവിടെ 24 മണിക്കൂർ ഉപവാസം അടക്കമുള്ള കാര്യങ്ങൾ BJPയുടെ കർഷക മോർച്ചയുടെ പേരിൽ ഈ നമ്മുടെ അണിക്കോട് ജംഗ്ഷനിൽ ഇവിടെ വെള്ളാപ്പള്ളിയുടെ പാർട്ടിയുടെ വെള്ളാപ്പള്ളി പാർട്ടി രൂപീകരിച്ചിട്ടില്ലല്ലോ. അല്ല, എന്നാലും അതുകൊണ്ടുള്ള ഒരു പിന്തുണ നമുക്ക് SNDPയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പിന്തുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ വാർഡ് അടിസ്ഥാനത്തിൽ അവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അവിടുത്തെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് SNDP സഹായിക്കുന്നുണ്ട്. അത് എല്ലാ മുന്നണികൾക്കും കിട്ടുന്നുണ്ട്. BJPക്ക് മാത്രമല്ല. ഇല്ല, SNDPയുടെ സ്ഥാനാർത്ഥികൾ എല്ലാ മുന്നണികൾക്കും കൊടുക്കണ്ട. അതായത് ഓരോ സ്ഥലത്ത് എന്താ പറയാ താഴേക്കടിയിലുള്ള SNDPയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 2011 89 കോളേജുകൾക്കും സ്കൂളുകൾക്കും ന്യൂനപക്ഷ പദവി കൊടുത്തു.
2013 അത് 89 സ്കൂളുകൾക്കാക്കി. ഹൈന്ദവ ജനതയ്ക്ക് എന്ത് കൊടുത്തു? ഒന്നും കൊടുത്തില്ല. 5% സ്കൂളുകളുണ്ടോ ഒന്ന് ഹൈന്ദവ ജനതയുടെ കയ്യിൽ? 10% കോളേജുകളുണ്ടോ? ഇതിനൊക്കെ മറുപടി പറയേണ്ടത് ഇടതുവലത മുന്നണികളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ആരോപണം മനസ്സിലായില്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോൾ ഈ ഹൈന്ദവം അല്ലെങ്കിൽ മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ എന്നുള്ളതല്ല, ഈ രാജ്യത്ത് അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് അതിന് മറുപടി പറയും? ന്യൂനപക്ഷ പദവി എന്നുള്ളത് ഗ്രാന്റ് ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് ഓൾറെഡി നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ സമുദായങ്ങളാണ് ന്യൂനപക്ഷം. ജൈന, സിഖ്, ബുദ്ധ, ഇസ്ലാം, ക്രിസ്ത്യൻ മതങ്ങളാണ് ന്യൂനപക്ഷമായിട്ട് കാണിക്കുക. അല്ലാത്തൊരു ന്യൂനപക്ഷം എന്നുള്ള കാറ്റഗറിയിൽ വരുന്നില്ല. അതുകൊണ്ട് ആണ് ഹിന്ദു സമൂഹത്തിലുള്ളവർക്ക്. അതേസമയം എയ്ഡഡ് പദവി എന്നുള്ളത് അങ്ങനെയല്ല, അത് സംസ്ഥാന സർക്കാർ അത് ഏകദേശം ഇവിടുത്തെ സാമുദായിക സന്തുലനം അനുസരിച്ച് വെള്ളാപ്പള്ളി ഗ്രൂപ്പിനും. അതാണ് ഉത്തരം. അതായത് ഹൈന്ദവ മതം ന്യൂനപക്ഷ മതമല്ല. അതാണ് കഴിഞ്ഞ ഇലക്ഷനുകളിലൊക്കെ CPM-ഉം UDF-ഉം SNDPയുടെ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് തലയിൽ മുണ്ടിട്ട് നടന്ന ചരിത്രങ്ങൾ ഈ കേരളത്തിൽ എല്ലാവർക്കും അറിയാം. അതിനുശേഷം SNDP ഇത്രയധികം ഉപദേശിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? SNDP നായാടി മുതൽ നമ്പൂതിരി വരെ ഹൈന്ദവ ജനത മൊത്തം ഏകോപനമായിട്ട് മത്സരിക്കണം എന്ന് പറഞ്ഞാണോ SNDP ചെയ്തതായിട്ട്? അല്ലാതെ NSS ഇല്ലല്ലോ, NSS മാറിയിരിക്കണല്ലോ. ഇതിപ്പോ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ, SNDP സമൂഹം സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അവസാനം ഹൈന്ദവ ജനത ഒന്നായിട്ടിരിക്കും. ഞാനൊരു SNDP പ്രവർത്തനമാണ്, ഒരു കോൺഗ്രസ് പ്രവർത്തനം. SNDP ഒരിക്കലും രാഷ്ട്രീയപരമായി ചിന്തിക്കില്ല. ഈഴവ സമുദായം ഒരിക്കലും രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കില്ല, പ്രവർത്തിക്കില്ല. അതാണ് എൻ്റെ ഇതൊരു വ്യക്തിപരമായ ടോക്കാണ്. ഞാൻ പറയും ഞാനൊരു SNDP പ്രവർത്തനമാണ്. ഞാനൊരു SNDP പ്രവർത്തനമാണ്, ഒരു കോൺഗ്രസ് വെള്ളാപ്പള്ളിയുടെ ആദർശമല്ല എനിക്ക് വലുത്. എനിക്ക് ഈഴവ സമുദായം SNDP, അല്ലാതെ വെള്ളാപ്പള്ളിയുടെ ആശയം എനിക്ക് ആവശ്യമില്ല. അതാണ് എൻ്റെ നിലപാട്. ഞാൻ പ്ലാപ്പുള്ളി SNDP ശാഖയുടെ സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ SNDPയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ അറിയാത്തതുകൊണ്ടാണ് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ഉദ്ദേശിക്കുന്നത് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള അതിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ ഒത്തൊരുമിച്ച് കൊണ്ടുപോയി അവർക്ക് വേണ്ട അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ. ഇല്ല അത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത ആളൊന്നുമല്ല നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ. അത് അത്രയും ബുദ്ധിയില്ലാത്ത ആളൊന്നുമല്ല. ഞാൻ BJPയുടെ ചുമതലപ്പെട്ട ആളാണെങ്കിൽ പോലും അങ്ങനെ BJPയുടെ തൊഴുത്തിലൊന്നും ആരും കൊണ്ട് കെട്ടില്ല. ഇല്ല, അവിടെ ഉദ്ദേശിക്കുന്നത് താഴേക്കിടയിലെ പിന്നോക്കം നിൽക്കുന്ന പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ ഒത്തൊരുമിച്ചുകൊണ്ട്. ഒരു പേടിയുമില്ല. SNDP യഥാർത്ഥ SNDPക്കാരാണ് ഞങ്ങളൊക്കെ. കമ്മ്യൂണിസ്റ്റുകാർ SNDPയും ശ്രീനാരായണ ഗുരുവിന്റെ ആശയത്തിനും ശക്തമായി അനുകൂലിക്കുകയും ശ്രീനാരായണ ഗുരുവാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിന് വേരോട്ടം നൽകിയതെന്ന് ശക്തമായി വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയുടെ കുരിശിൽ കയറ്റിയത് നിങ്ങളാണ് കയറ്റിയത്. കാരണം ശ്രീനാരായണ ഗുരുവിന്റെ ആശയത്തിനെയാണ് കുരിശിൽ കയറ്റിയത്, ശ്രീനാരായണ ഗുരുവിന്റെ ശ്രീനാരായണ ഗുരുവിന്റെ ആശയത്തിന് കുരിശിൽ കയറ്റുന്നു എന്നുള്ള പ്രതീകാത്മകമായിട്ടുള്ള ചിത്രീകരണമാണ് ശ്രീനാരായണ ഗുരുവിന്റെ അല്ല. നിങ്ങളെ പോലെ ചാനൽ അതിനെ തെറ്റായി കുരിശിൽ കയറ്റിയതാണ്. തൃശ്ശൂരും ഉണ്ടാക്കിയത് ശ്രീനാരായണന്റെ ആശയത്തിനെ കുരിശിൽ കയറ്റുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഒരു വേറെ ചാട്ടിലേക്ക് പോകാം. വെൽഫെയർ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന വികസന മന്ത്രം എന്താണ്? ഞങ്ങളുടെ കാഴ്ചപ്പാട് ഒരു ജനപക്ഷ വികസനം, രാഷ്ട്രീയ പക്ഷമില്ലാതെ. നിങ്ങൾക്ക് ഒരു മെമ്പർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മെമ്പറെ കൊണ്ട് എത്ര വികസനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും? ഈ കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്തും വരുന്ന പഞ്ചായത്തിൽ വരുന്ന വിഹിതം അത് വാങ്ങി ഞങ്ങൾ എത്തിക്കും, കൃത്യമായിട്ട് ഞങ്ങൾ എത്തിക്കും. ജനങ്ങളുടെ അഭിപ്രായം എന്താണോ അതനുസരിച്ച് വികസനം കൊണ്ടുവരും. ഓക്കെ ചേട്ടാ, ഏതിന്റെ മറുപടി? ഞാൻ ഒന്ന് ചോദിക്കുകയാണ്. കഴിഞ്ഞ മാസം CPM-ന്റെ പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചായിരുന്നു സാമുദായിക സംഘടനകളുമായി യാതൊരു ബന്ധവും വിട്ടുവീഴ്ചയും പാടില്ല എന്ന്. അപ്പോൾ ഇതെങ്ങനെ ഇപ്പോൾ ഈ പൊൽപ്പുള്ളി പഞ്ചായത്തിൽ മാത്രം അത് SNDP എങ്ങനെ ഇവരുടെ രാഷ്ട്രീയത്തിൽ കടന്നുകൂടി എന്നുള്ളത് എനിക്കറിയാം. ശ്രീനാരായണ ഗുരുവിന്റെ ആശയം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. അയ്യങ്കാളിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും അതെ പോളിറ്റ് ബ്യൂറോ മതസംഘടനകളുമായി ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു യോജിപ്പുമില്ല, ഒരു അലയൻസും ഇല്ല. മതസംഘടനകളുമായിട്ട് ജാതി സംഘടനകളുമായിട്ട് ഒരു അലയൻസിനും ഞങ്ങളില്ല. പക്ഷേ ഞങ്ങൾ അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, ഭഗ്ബടാനന്ദൻ പോലുള്ള പുരോഗമന ആശയങ്ങളുമായിട്ട് ഞങ്ങൾ യോജിക്കുന്നതാണ്. അവർക്കും ഒരു ജാതിയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. CPM-കാർക്ക് ശ്രീനാരായണ ഗുരുവിനോട് സ്നേഹം വന്ന് വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രൈം മിനിസ്റ്ററിനെ കാണാൻ പോയ ശേഷമാണ്
അതിന് മുമ്പിട്ട് ഒരിക്കലും ഇല്ല. അത് ഞാൻ സത്യം തന്നെ. കോൺഗ്രസ്സുകാർക്ക് അതിനെക്കുറിച്ച് വേലാതിയുമില്ല എന്ന് പോയി കണ്ടോ. അല്ല, അതിനുശേഷമാണ് ഇവരുടെ നോട്ടീസിൽ കണ്ടത്. 40 വർഷം വരെ ഞാനൊന്നും കണ്ടില്ല. ഞാനും കുറെ ഇതിൽ പിന്നാലെ പ്രവർത്തിച്ചാണ്. അന്നൊന്നും ശ്രീനാരായണ ഗുരുവിനെ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. ഞാനിതിലൊരു നമ്മൾക്ക് നല്ലത് ചെയ്യുന്നത് കുടിവെള്ള പ്രശ്നവും അതുപോലെ തന്നെ ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ പ്രശ്നങ്ങൾ, പിന്നെ റോഡ് പ്രശ്നങ്ങൾ, ഈ എല്ലാ പ്രശ്നങ്ങളും ആര് നമുക്ക് പരിഹരിച്ചു തരുന്നോ ആര് നല്ല രണ്ട് മറ്റേ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബി ജെ പി ഉണ്ട്. ബി ജെ പിക്ക് പുൽപ്പള്ളി പഞ്ചായത്തിലും കാര്യമായിട്ടുള്ള പേരോട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായിക്കോട്ടെ, അതൊരു കഴിവാണല്ലോ. പക്ഷെ രണ്ട് ചിന്താഗതിക്കാരാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷ മുന്നണിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണപ്പെട്ട പാവപ്പെട്ടവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ CPM മാത്രം കഴിയൂ ഈ പഞ്ചായത്തിൽ. ന്യൂ ജനറേഷൻ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പാലമണിയിലും റോഡ് മാറ്റിയെടുക്കാനാണ് ഒരു സ്ഥാനാർത്ഥിത്വം. എന്താണ് ഏതെങ്കിലും യുവാവിനെ പ്രകടന പത്രികയിൽ പറയുന്ന എന്തെങ്കിലും ഒരു പുതുമയാർന്ന സംഭവം പറയും. ഒരു നല്ലൊരു യുവാവ് സ്ഥാനാർത്ഥിന് ഇവരാരെങ്കിലും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? ഒരൊറ്റ ചോദ്യം. മാറ്റിക്കൊടുക്കാം, പഞ്ചായത്തിന് ഞങ്ങൾ മാറ്റിക്കൊടുക്കാം യുവാക്കൾ. ഇവിടെ MLA കാണിച്ചുകൊണ്ട് 5 വർഷം കൂടുമ്പോൾ കോൺഗ്രസ്സുകാർ വോട്ട് തട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഈ പ്രാവശ്യം അതിനൊരു മാറ്റം വരും. അതിന് BJP ഉണ്ട്. BJP ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അതായത് പഞ്ചായത്തിന്റെ വികസന ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഈ അപാകത, അതായത് ഈ പാലമണിയിലും റോഡ് നന്നാക്കലും അല്ലെങ്കിൽ ബൾബ് മാറലും മാത്രമായിട്ടും ചുരുങ്ങാതെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് വല്ല കോച്ചിങ് സെന്ററുകളോ അതുപോലെയുള്ള എന്തെങ്കിലും പുതിയ പ്രസ്ഥാനങ്ങൾ പടുത്തുയർത്താനുള്ള ഒരു അജണ്ട നിങ്ങൾക്കുണ്ടോ? ഈ PSC ക്ലാസ് അതെ ഫ്രീ ആയിട്ട് തുടങ്ങും. കമ്പ്യൂട്ടറിന്റെ നെറ്റ്മാരുണ്ട്, അതൊക്കെ പഞ്ചായത്ത് തുടങ്ങുകയാണെങ്കിൽ എല്ലാ ചെറുപ്പക്കാരും മാക്സിമം അവിടെ പെൺകുട്ടികൾ പഠിച്ച ആൾക്കാരാണ്. അതിന് നിങ്ങൾക്കുള്ള എന്തെങ്കിലും പ്ലാനും പദ്ധതി ഉണ്ടോ എന്ന് ചോദിച്ചത്. പ്ലാനും പദ്ധതി ഉണ്ട്. ഇവിടെ പഞ്ചായത്ത് അവരുടെ ഞങ്ങൾ ഭരിക്കുകയാണ്, ഞങ്ങൾ ചെയ്തു. അപ്പൊ ഇവരടുത്ത് ചോദിക്കണം. DYFIയും ഇടതുപക്ഷ പ്രസ്ഥാനവും എല്ലാ പ്രധാന വിഷയങ്ങളിലും സമഗ്രമായ ക്ലാസ് സംഘടിപ്പിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ ഈ രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ മറ്റോ മാറ്റി നിൽക്കുന്ന കുറേ ആളുണ്ടാവുമെന്ന് വിചാരിക്കാം. നമ്മുടെ ഈ പ്രൈവറ്റ് കോളേജും അതേപോലെ തന്നെ നമ്മുടെ സ്കൂളും കേന്ദ്രീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിന് ഒരു വലിയ പ്രചരണം കിട്ടാറില്ല എന്നുള്ളൊരു വസ്തുതയാണ് ഇപ്പോൾ ഇവർ പറഞ്ഞ മനസ്സിലായത്. എന്താ പേര്? ശിവരാമൻ. ഒരു വഴി കൊടുത്തേ. ശിവരാമൻ ചേട്ടൻ കർഷകനാണോ? തൊഴിലാളിയാണ്. ചേട്ടൻ്റെ ഇപ്പോൾ ഈ 5 വർഷം ഇവിടെ ഏതൊക്കെ ഗവൺമെൻറ്റുകളും മാറി ഭരിച്ചു. ഇപ്പോൾ പഞ്ചായത്ത് ഭരിക്കുന്നത് ഏത് പാർട്ടിയാണെങ്കിലും ഈ 5 വർഷം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പുരോഗതിയോ വികസനമോ കണ്ടിട്ടുണ്ടോ? മെച്ചൊന്നുമില്ല. അതായത് കൃഷി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ വന്നിട്ട് ഒരു 10,000 രൂപ കിട്ടുകയാണെങ്കിൽ 9,000 രൂപയും ചെലവാകുന്നുണ്ട്. ബാക്കി ഒന്നുമില്ല. വല്ലതും എന്തെങ്കിലും അല്പവൃത്തി കിട്ടുന്നു മാത്രം. അതിനെന്ത് വേണം? അതായത് മാന്യമായ വില വേണം. മാന്യമായ വില വേണം. രാസവളത്തിന്റെ വില കൂടുതലുള്ളത് കൊണ്ട് ആണ് ഇത്രയും ബുദ്ധിമുട്ട് കർഷകർക്ക്. രാസവളത്തിന്റെ വില കൂടുന്നത് കൊണ്ടാണ്, അതിക്രമിക്കുന്നത് കൊണ്ടാണ്. അതിനുപറ്റി കോൺഗ്രസ് മറുപടി വിട്ടെ. രാസവളത്തിന് പറ്റി മോദി പറയണോട്ടോ, മോദിയുടെ ടീമും പറയണം. രാസവളത്തിന്റെ വില 16 റുപ്യ ആയിരിക്കുമ്പോൾ 400 റുപ്യാണെങ്കിൽ 21 റുപ്യ 50 പൈസ നെല്ല് വില ആക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് അവർ കൂട്ടിയിട്ടില്ല. വളത്തിന്റെ വില ഇപ്പൊ കൂടിയിട്ടില്ല. സബ്സിഡി കുറച്ചെടുത്തുള്ളൂ. അന്നത്തെ നെല്ല് വില ഇന്ന് 21 റുപ്യ 50 പൈസ. സാധാരണഗതിയിൽ ഈ സർക്കാർ ഏറ്റെടുത്ത് നടത്താൻ ഞാനൊക്കെ നെല്ല് കച്ചവടക്കാരായിരുന്നു. അത് അവസാനത്തെ ഫൈനൽ വില 8 റുപ്യ 9 റുപ്യ ഞങ്ങൾ കൊണ്ടുപോയി വിറ്റതാണ്. ഇന്ന് 21 റുപ്യ 50 സർക്കാർ എടുക്കണ്ടല്ലോ. അത് ഞങ്ങളെ 21 റുപ്യ 50 കർഷകൻ പറഞ്ഞത് 21 റുപ്യ 50 പൈസ ചിത്രത്തിലെല്ലാം. അല്ല, കർഷകൻ പറഞ്ഞത് ഉണ്ടാക്കുന്ന ആൾക്ക് 1000 രൂപ പോലും കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. തൊഴിലാളി പ്രശ്നമുണ്ട്. ഇതില് ഇടതുപക്ഷ സർക്കാർ VS മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ 18 രൂപ താങ്ങുവില നിശ്ചയിച്ചുകൊണ്ട് അന്ന് ഈ രാസവളങ്ങൾക്കും മരുന്നുകൾക്കും എല്ലാത്തിനും സബ്സിഡി കൊടുത്തു, ഒഴിവുകൂലി കൊടുത്തു, എല്ലാ സൗജന്യവും കർഷകന് കൊടുത്ത് കർഷകനെ ഈ നാട്ടിൽ നിലനിർത്തിയിരുന്നു. ഇപ്പൊ സബ്സിഡി പൂർണ്ണമായും എടുത്തു കളഞ്ഞതിന്റെ അവസ്ഥയാണ് ഈ കർഷകർ ഈ ദുരിതത്തിലാകാനുള്ള കാരണം. എന്നിട്ടാണ് 1.5 രൂപ കൂട്ടിയതെന്നാണ് പറയുന്നത്. ചേട്ടൻ എന്താ പറയുന്നത്? ഇപ്പോ ഈ അടുത്ത ഈ പറഞ്ഞെന്താ പറയാ, അതിന് ഉത്തരവാണ് പറയുന്നത്. കാരണം പണ്ട് VS അച്യുതാനന്ദൻ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ 18 രൂപയായിരുന്നു താങ്ങുവില. അന്ന് സബ്സിഡിയും വളത്തിനെല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കർഷകർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പോയി. ഇപ്പോൾ 21 രൂപ 50 പൈസ കൊടുക്കുന്നുണ്ടെങ്കിലും
സബ്സിഡി സബ്സിഡി എല്ലാം എടുത്തു കളഞ്ഞു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തെ പോലുള്ള കർഷകർ തുറന്നു പറയുന്നു. അതെ ഞാൻ എൻ്റെ അനുഭവം പറയാം. ഈ കമ്പിളി എന്നൊരു പ്രദേശത്ത് അയാൾ ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞിട്ട് സപ്ലൈകോയ്ക്ക് നെല്ലെടുക്കാൻ നെല്ലളന്നാൽ പൈസ സദാസമയം കിട്ടാത്തതുകൊണ്ട് അയാൾ വേറെ പ്രൈവറ്റ് മില്ലുകാരന് 16 രൂപ 50 പൈസയ്ക്ക് അളന്നു ആ വ്യക്തി. എന്തായാലും ഇത് കൊടുത്ത് എനിക്ക് വീണ്ടും സപ്ലൈകോയിൽ നിന്ന് പൈസ കിട്ടിയിട്ട് കൃഷി ഇറക്കാൻ പറ്റില്ല എന്ന് ആത്മവിശ്വാസം ആൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ഗവൺമെന്റ് നഷ്ടത്തിലാണ് കൊടുത്തത്. നഷ്ടത്തിൽ 16 രൂപയ്ക്കാണ് ഇയാൾ കൊടുത്തിരിക്കുന്നത്. അത് എല്ലാ കൃഷിക്കാരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ചർച്ചയിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വെറുതെ വാഗ്ദാനം പറയാ എന്നുള്ളതല്ലാതെ ഇതുവരെയും അത് കിട്ടിയില്ല. അതാണ് നെറ്റിൽ നോക്കണമെന്ന് പറയുന്നത്. അത് ആരും നോക്കിയിട്ടില്ല. ഇപ്പൊ കാണിച്ചു മോദി കയറിയിട്ട് എത്ര നാൾ കൊണ്ട് എന്തുകൊണ്ട് രാസവളത്തിന്റെ വില കുറച്ചില്ല കർഷകരെ സഹായിക്കാൻ? ഇത് നമ്മുടെ രാജ്യത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് നമ്മുടെ ജനങ്ങൾ നന്നാവുന്ന ഒരവസ്ഥ ഉണ്ടാവും ഇവിടെ. അല്ല, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സബ്സിഡി കൊടുക്കുന്നുണ്ട്. വേറെ എല്ലാ സബ്സിഡി നിർത്തണം എന്നുള്ളതാണ് BJP-യുടെ അഭിപ്രായം. അമേരിക്കയുടെ അഭിപ്രായമാണോ? അല്ല, BJP-ന്റെ അഭിപ്രായം. അതുകൊണ്ടാണല്ലോ BJP ആധാർ കാർഡിനെതിരെയാണ്. BJP പടിപ്പടിയായി ഈ പറയുന്ന സബ്സിഡികൾ നിർത്തി വരണം എന്നുള്ളതാണ് BJP-യുടെ അഭിപ്രായം. അങ്ങനെ വരുമ്പോ കർഷക മേഖല തകർന്നു പോവില്ലേ? എങ്ങനെ തകർന്നു പോകുന്നത്? അവർക്ക് എങ്ങനെ തകർന്നു? അതിനുത്തരം പറയണം. കാർഷിക മേഖലയിൽ അവരുടെ വിളവുകൾക്ക് നല്ല വില കിട്ടുകയാണെങ്കിൽ പിന്നെന്തിന് സബ്സിഡി വേണം? ആ വിളവുകൾക്കുള്ള വിലയാണ് ഇവിടെ വേണ്ടത്. ഈ സർക്കാർ ഈ മറ്റേ സബ്സിഡി മുഴുവനായിട്ട് നമ്മുടെ ദാമോദരൻ പറഞ്ഞു, സബ്സിഡി തീരെ കൊടുക്കാൻ പാടില്ല, നിർത്തലാക്കണം എന്ന് പറഞ്ഞു. അത് BJP-യുടെ അജണ്ടയാണ്. ഈ ഉൽപാദന മേഖല നിലനിർത്തണമെങ്കിൽ വളരെ വ്യക്തമായ രീതിയിലുള്ള സബ്സിഡി കൊടുത്ത് കർഷകരെ അവരുടെ ജീവിതമാർഗം കണ്ടെത്തുന്നതിനും അവർക്ക് സർക്കാർ ഒരുപാട് ആനുകൂല്യം കൊടുത്തൊരു സർക്കാർ ജീവനക്കാരനെ പോലെ സംരക്ഷിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കേന്ദ്രത്തില് മുമ്പ് UDF സർക്കാരിന്റെ കാലത്ത് CPM-കാർ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു കോൺഗ്രസ്. ആ സമയത്ത് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി, അതുപോലെ തന്നെ IT പാർക്ക്, അങ്ങനെയുള്ള IIT, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഇവർക്കൊന്നും രണ്ടുപേരും കൂടെ ഒരുമിച്ച് പ്രയത്നിച്ചിട്ടും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഒരു വർഷം കൊണ്ട് നരേന്ദ്രമോദി ഈ പാലക്കാടിന്റെ എത്ര വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച്, IIT പോലുള്ള പദ്ധതികൾ, എത്ര പദ്ധതികൾക്ക് അതുപോലെ തുടക്കം കുറിച്ച്. അതിന് എനിക്ക് പറയാനുള്ളത് വെൽഫെയർ പാർട്ടിന്റെ ഒരു അഭിപ്രായമാണ്. ഈ കൂടുതൽ യുവാക്കളാണ് ഉള്ളത്. അപ്പൊ ഈ മദ്യത്തിനെതിരെ എന്താണ് നിലപാട്? വെൽഫെയർ പാർട്ടി അധികാരത്തിൽ വന്നാൽ സമ്പൂർണ്ണ മദ്യം നിരോധിക്കും. യുവാക്കളെ സപ്പോർട്ട് ചെയ്യണം. രാഷ്ട്രീയ പാർട്ടിക്കാരെ അതിനെ അനുകൂലിക്കണം. മദ്യത്തിനെതിരെ ശക്തമായിട്ട് വെൽഫെയർ പാർട്ടിയോട് കോൺഗ്രസ് മദ്യം നിർത്തിയേക്കാണല്ലോ, മദ്യം നിർത്തലാക്കി. ഒരു ശീലം വരുന്നുണ്ട്. അത് പെട്ടെന്ന് ഒരു ദിവസം നിർത്തി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പറയാം. അപ്പൊ കുറേശ്ശെ നിർത്തുന്ന അഭിപ്രായത്തില് സമയബന്ധിതമായിട്ട് നിർത്തും. വൈകുന്നേരം ആകുമ്പോ സാധനം ചോദിച്ചിട്ട് ആദ്യം ബാറിനെ നിർത്തി 10% കാൺഷാപ്പ് എടുത്തു കളഞ്ഞു. ഈ വർഷവും 10% എടുത്തു. അങ്ങനെ കാലക്രമേണ ഒന്നിച്ചേണ്ട അവസാനം. മദ്യനിരോധനം അസാധ്യമാണ്. മഹാത്മാഗാന്ധി പിറന്ന ഗുജറാത്തിലും പാലക്കാടിലെ അട്ടപ്പാടിയിലും മദ്യം നിരോധിച്ചിട്ടുണ്ടെങ്കിലും മൂലവെട്ടിയും ആനമൈക്കും വിവിധ പേരിൽ സുലഭമായി കിട്ടുന്നുണ്ട്. നമ്മുടെ മനുഷ്യ മനസ്സിൽ അതിനെക്കുറിച്ചുള്ള അവബോധം വരുത്തുകയും അതിനെ ഒഴിവാക്കുകയല്ലാതെ വേറെ ഒന്നുമില്ല. എവിടെയൊക്കെ നിരോധിച്ചിട്ടുണ്ട് അവിടെയെല്ലാം ഈ സംഗതി ഉണ്ടാവും. ഒരു വ്യാജനും ഒന്നും മാറ്റാൻ പറ്റില്ല. ഭരണകൂടത്തിന്റെയും പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെയും ഒത്താശയില്ലാതെ അവിഹിതമായിട്ട് നിയമവിരുദ്ധമായിട്ട് ഒരു മദ്യം മാറ്റാനൊന്നും പറ്റില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഇവിടെ ഇടതുപക്ഷത്തിനെതിരായിട്ട് വിധി എഴുതുകയും അതിന് 4 വാർഡ് മെമ്പർമാർ കോൺഗ്രസിന് വേണ്ടി ലഭിക്കുകയുണ്ടായി. ഈ ലഭിച്ച സമയത്ത് അവർക്ക് കിട്ടിയിട്ടുള്ള ഫണ്ട് എങ്ങനെ വിനിയോഗിക്കണം, ആ വാർഡിൽ എങ്ങനെ വിനിയോഗിക്കണം എന്നറിയാത്ത മെമ്പർമാരാണ് ഇന്ന് കോൺഗ്രസിന് ഈ പുൽപ്പള്ളി പഞ്ചായത്തിൽ വാർഡ് മെമ്പറായി ലഭിച്ചിരിക്കുന്നത്. അവരെ വീണ്ടും ജയിപ്പിക്കണമെന്ന് പറഞ്ഞു നിൽക്കുന്ന ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ പറയുന്ന ഒരു വാർഡ് മെമ്പറിന് ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ ഫണ്ട് ആ വാർഡിൽ എങ്ങനെ വിനിയോഗിക്കണം അറിയാൻ പാടില്ലാത്ത ആൾക്കാരെ നിങ്ങൾ ജയിപ്പിച്ചു വിട്ടു കഴിഞ്ഞാൽ ഇനിയും നിങ്ങൾ 5 വർഷം അനുഭവിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. കോൺഗ്രസിന്റെ വാർഡ് മെമ്പർമാർ ജയിച്ചു പോയെന്നല്ലേ? അവർ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും മത്സരിക്കുന്നുണ്ട്. 7-ാം തീയതി കാണാം. CPM-ന്റെ ഒരു അഭിപ്രായം പറയാം. ഒരു മിനിറ്റ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ സ്ഥാനാർത്ഥികൾ നിർത്തിയിരിക്കുന്നതും മത്സരിക്കുന്നതും ഇവിടുത്തെ പൊതുവായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്.
അതിപ്പോൾ എല്ലാം ദാമോദരനും അതേപോലെ തന്നെ കൃഷ്ണകുമാരും എനിക്ക് വോട്ട് ചെയ്യുന്ന ആളുകളാണ്. എനിക്ക് ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയാണ്. ഇവിടെ രാഷ്ട്രീയമൊന്നും അല്ലല്ല, രാഷ്ട്രീയപരമായിട്ടും എന്തൊക്കെയാണ് ശരി, ഞങ്ങൾ ആ ഒരു ഐക്യം നിലനിർത്തിക്കൊണ്ട് പുൽപ്പള്ളി പഞ്ചായത്തിലെ വികസനം കഴിയുന്ന രീതിയിൽ സാധ്യമാകുമെന്നുള്ള വിശ്വാസം കൃഷ്ണകുമാരും ദാമോദരനും ഈ കൂടിയ ആളുകൾ. ഈ മൈക്കാരനെ കാശ് തരാനുള്ളവർ എൻ്റെ വീട്ടിലേക്ക് വരിക. ഞാൻ വണ്ടിയായിട്ട് പോകാൻ പോണ്. എൻ്റെ വണ്ടി എവിടെ? അയ്യോ, എൻ്റെ കാശ് വെച്ച ബാഗ് കാണാനില്ല. എൻ്റെ കാശ് വെച്ച ബാഗ് കാണാനില്ല. ആ, എൻ്റെ വണ്ടിയാണ്. സോറി, വണ്ടി മാറിപ്പോയി. ഇലക്ഷൻ വർക്കിനല്ല, ബ്ലേഡിനാണ്. പലിശയ്ക്കോട് ഈ തരാം. ബിജെപിക്ക് കാശില്ലേ? ഏത് പാർട്ടിക്ക് കാശില്ലെങ്കിൽ എന്നെ വിളിക്കണ്ട, ഞാൻ തരൂല.